മറ്റവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂര് പൂങ്കുന്നത്തുള്ള സെഞ്ചുറി TVS-ലാണ് കേട്ടോ. എന്താണല്ലേ ഇതൊക്കെ എടുക്കുന്നത് നമ്മുടെ കിട്ടിക്കാച്ചി ഒരു ഐറ്റം. നമുക്ക് TVS സ്കൂട്ടർ സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം ഏതാന്ന് ചോദിച്ചാൽ മടിക്കാതെ നമുക്ക് പറയാൻ പറ്റും അത് എൻടോർക്ക് ആണെന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു എൻടോർക്ക് 125 cc-യിൽ നിന്ന് 150 cc-യിലേക്ക് അടിമുടി മാറ്റത്തോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കുന്നു. അപ്പൊ അതിലേക്ക് പോകല്ലേ. ഓരോ കിട്ടിക്കാച്ചി ഐറ്റം 150 എൻടോർക്ക് കേട്ടാ. അപ്പൊ 125-ൽ നിന്ന് 150-ലേക്ക് വരുമ്പോൾ TVS എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. TVS കമ്പനി വണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തന്നെ ഒരു ഹൈപ്പർ വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹൈപ്പർ പെർഫോമൻസ് ആണ്, ഹൈപ്പർ സ്റ്റൈലാണ്, ഹൈപ്പർ ടെക്നോളജി. കൂടുതൽ ഈ ഒരു യൂത്തിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള മുതലാണത്. യെസ്, ശരിക്കൊരു ജെൻസി ജനറേഷൻ വെഹിക്കിൾ ആണ് ശരിക്കും എൻടോർക്ക് 150. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഹൈപ്പർ എന്നുള്ളൊരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ വണ്ടിനെ TVS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ബെസ്റ്റിംഗ് സെഗ്മെന്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രൊജക്റ്റഡ് LED ഹെഡ്ലാംപ്സ് വരാം. നമുക്ക് കോമ്പിനേഷൻ ലാമ്പ് എന്ന് പറയും. അതായത് ADR-ൽ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്ററും വർക്കിംഗ്. ADR-നോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറു ചിറക് പോലെ കാണുന്നുണ്ട്. എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വിങ്സ് ആണ് നമുക്ക് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ആണ് വരുന്നത്. ഫ്രണ്ട് വീലും അതുപോലെ റയർ വീലും നമുക്ക് 12 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. നമുക്ക് റോട്ടോ പെഡൽ ഡിസ്ക് വരുന്നത്. ഒപ്പം തന്നെ ഫ്രണ്ട് നമുക്ക് സിംഗിൾ ചാനൽ ABS വരുന്നത്. സൂപ്പർ മോട്ടോ ABS എന്ന് പറയും. ഈ ഹാൻഡിലിന്റെ സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നേക്കിഡ് ഹാൻഡിൽ ബാർസ് വരുന്നത്. നമുക്ക് മോട്ടോർ സൈക്കിളിലൊക്കെ കാണുന്ന ടൈപ്പിലാണ്. നമുക്ക് ശരിക്കും മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു ഫീലാണ് TVS ഇതിന് ഹാൻഡിൽ ബാർ കൊണ്ടുവന്നിട്ടുള്ളത്. സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ടുള്ള 3D ടോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാച്ചിങ് നമുക്ക് അത് 3D ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് നമുക്ക് വലിയ വ്യത്യാസങ്ങൾ സൈഡിലേക്ക് കാണാനില്ല. പക്ഷെ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ ടൈൽ ലാമ്പ് നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ബൂട്ട് സ്പേസ് ഓർക്കാനായിട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് കീ വരുന്നത്. ഓൾ ഇൻ ഓൾ കീ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, ആദ്യം നമുക്ക് കീ പിടിയായിരുന്നു അല്ലേ? യെസ്, നമുക്ക് സുഖമായിട്ട് ഫ്രണ്ടിൽ തന്നെ ഓപ്പൺ ചെയ്യാം. നമുക്ക് സെയിം സ്പേസ് തന്നെയാണ് വരുന്നത്. ഒരു ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്പേസ് ആണ് നമുക്കുള്ളത്. അത്യാവശ്യം പേപ്പേഴ്സും കാര്യങ്ങളും ഹെൽമെറ്റ് വയ്ക്കാം. നമുക്ക് ഉള്ളിൽ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു പോർഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. 5.8 ലിറ്റർ ആണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അത് നമുക്ക് മുന്നത്തെ എൻടോർക്ക് 125 സൈഡിലായിരുന്നു അതിന്റെ ഓപ്പണിംഗ് വന്നിരുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇറങ്ങാൻ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക് സസ്പെൻഷൻ വരുമ്പോൾ നമുക്ക് കോയിൽ സ്പ്രിംഗ് വിത്ത് ഹൈഡ്രോളിക് ഡംബേഴ്സ് ആണ്. നേച്ചർ മഫ്ലർ തന്നെയാണ് വരുന്നത്. OBD2B സെൻസർ കൊണ്ട് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ BS6 വണ്ടികൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് വേരിയന്റ് അല്ലാതും OBD2B 149.7 cc ആണ് നമുക്ക് എഞ്ചിൻ വരുന്നത്. 3 വാൽവ് എഞ്ചിൻ ആണ്. സിംഗിൾ സിലിണ്ടർ വിത്ത് O3C ആണ് എഞ്ചിൻ. വെൽ കൂൾഡ് കംപ്രഷൻ ചേമ്പർ ആണ്. ഒരു സിസ്റ്റം കൂടി നമുക്ക് എഞ്ചിനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ 7.5 RPM 9.7 kW ആണ് വരുന്നത് നമുക്ക് പവർ വരുന്നത്. നമുക്ക് ടോർക്കിന്റെ സൈഡിലേക്ക് വരുമ്പോൾ 5500 RPM 14.2 ടോർക്കാണ് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയൊരു മിസൈൽ അല്ലേ? അതെ. നമുക്ക് ഇതിന്റെ ആക്സലറേഷൻ വരുമ്പോൾ 0 to 60 കടക്കാനുണ്ട്. നമുക്ക് 6.3 സെക്കൻഡ് മതി. 2 ലിറ്ററിന്റെ ഗ്ലോ ബോക്സ് വരുന്നത്. നമുക്ക് ഒരു 5 ഇഞ്ചിന്റെ ഒരു TFT ഡിസ്പ്ലേ ആണ്, കളർ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ട്രിപ്പ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വെഹിക്കിൾ കൺട്രോൾസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടേൺ ബട്ടൺ നാവിഗേഷൻ, കോളർ ID, മെസ്സേജ് നോട്ടിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടും. ഇനി പ്രൈവസി ഡീറ്റെയിൽസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് അതുപോലെ ഇൻറ്റഗ്രേറ്റർ മോഡ് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ മൈ വെഹിക്കിൾ കയറി കഴിഞ്ഞാൽ നമുക്ക് സർവീസിന്റെ കാര്യങ്ങൾ, നമ്മുടെ വണ്ടി ഓടിച്ചതിന്റെ പെർഫോമൻസിന്റെ ബാക്കി കാര്യങ്ങൾ, പിന്നെ സോഫ്റ്റ്വെയർ വേർഷൻ, അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കസ്റ്റമായിട്ടുള്ള വിഡ്ജറ്റ്സ്, അതുപോലെ ബ്രൈറ്റ്നസ് കൺട്രോൾ, തീം സെറ്റിംഗ്, ഹൈ സ്പീഡ് അലർട്ട്, ക്ലോക്ക് സെറ്റിംഗ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ വേറെ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരുവിധം കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്.
2 റൈഡ് മോഡ്സ് ആണ് നമുക്ക് വരുന്നത്, സ്ട്രീറ്റ് മോഡ് അതുപോലെ തന്നെ റേസ് മോഡ്. ഓക്കെ, റേസ് മോഡിൽ ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞോളം ജെറ്റ് അല്ലേ? അതെ, ജെറ്റ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അബ്രോ ഇതിന്റെ സൈഡിലോട്ടൊന്നും ഞാൻ കാണിച്ച ഫീച്ചറാണ് വരുന്നത്. നമ്മുടെ ബൂസ്റ്റിംഗ് ഫംഗ്ഷൻ ആണ്, ഐഗോ അസിസ്റ്റ് എന്നാണ് നമുക്ക് TVS അതിനെ വിളിക്കുന്നത്. ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടോർക്ക് കൊടുക്കാനുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് അത് വന്നിട്ടുള്ളത്. ഒരു ഹൈബ്രിഡ് ഫംഗ്ഷൻ ആണ്. മുകളിൽ കാണുന്ന സ്വിച്ച് നോക്കാം. ഇതാണ് നമുക്ക് വണ്ടിയുടെ മോഡ് നമുക്ക് മാറ്റാനുള്ളത്, സ്വിച്ച് ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് പറഞ്ഞു 2 മോഡ് വരുന്നുണ്ട്, റേസ് മോഡ് അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്. നമുക്ക് ഇവിടെ തന്നെയാണ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത്. സെറ്റ് ബട്ടൺ വന്നിട്ടുള്ളത് നമ്മുടെ ഇതിന്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. നേരത്തെ നമ്മൾ കാണിച്ചല്ലോ, ഇപ്പോ ഡിജി ലോക്കർ അതുപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മുകളിലേക്കും താഴത്തേക്കും നമുക്ക് ആക്സസ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് ബാക്ക് ബട്ടൺ വരുന്നത് വരുമ്പോൾ ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്, പാസ് സ്വിച്ച്, ബ്രൈറ്റ്. ബ്രേക്കിന്റെ അവിടേക്ക് വരുമ്പോൾ നമുക്ക് ബ്രേക്ക് ലിവേഴ്സും അതുപോലെ തന്നെ 2 ബ്രേക്ക് ലിവർ നമുക്ക് 3 സ്റ്റെപ്പ് മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിവേഴ്സ് ആണ് വരുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഇതില് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നത്. നമുക്ക് എഞ്ചിൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അതേപോലെ ഇതാണ് നമുക്ക് എൻടോർക്ക് 150യുടെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. ഇതിലും കൂടുതൽ നമുക്ക് വിശേഷങ്ങളുണ്ട്. നമുക്ക് ഷോറൂമിലോട്ട് വരാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ്. നമ്മളെ പൂങ്ങോത്തെ AJ സെഞ്ചുറി മോട്ടോഴ്സിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്താ പറയാ, നേരിട്ട് ആ ഒരു വാഹനം ഓടിച്ചാൽ തന്നെയാണ് ഇവൻ എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ അല്ലേ? എൻടോർക്ക് 150 നമുക്ക് 2 വേരിയൻസിലാണ് വരുന്നത്. നമുക്ക് ഈ TFT വേരിയന്റിൽ വരുന്നത് 3 കളേഴ്സ് ആണ് വരുന്നത്. അതുപോലെ നിട്രോ ഗ്രീൻ, റേസിംഗ് റെഡ്, ടർബോ ബ്ലൂ. റേസിംഗ് റെഡ് ആണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ. നമുക്ക് സ്റ്റെൽത്ത് സിൽവർ, റേസിംഗ് റെഡ്, ടർബോ ബ്ലൂ. ഓക്കെ, ഇതാണ് അടുത്ത വേരിയന്റിൽ വരുന്നത്. അതെ, അടുത്ത വേരിയന്റ്. അതായത് ഇതിന്റെ താഴെ വരുന്ന വേരിയന്റ് TFT ഡിസ്പ്ലേ ഇല്ലാത്ത വേരിയന്റിൽ 3 കളേഴ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഈ ഒരു മോഡൽ വരുമ്പോഴാണ് ഫുൾ ഓപ്ഷൻ വരുന്നത് അല്ലേ? അതെ, ഈ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ വരുന്ന വേരിയന്റ്. ബേസ് മോഡൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നുള്ളത്? മാറ്റങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലുള്ള വ്യത്യാസമാണ് വരണുള്ളൂ. ഓക്കെ, ഡിസ്പ്ലേയിലുള്ള മാറ്റങ്ങൾ. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വല്ലാതെ ലാഗിങ് ഇല്ലാതെ പെട്ടെന്ന് കൊടുത്തൂടെ കസ്റ്റമേഴ്സിന്? തീർച്ചയായിട്ടും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മച്ചാനെ നമ്മുടെ തൃശ്ശൂര് പൂങ്കുന്നത്തുള്ള സെഞ്ചുറി TVSൽ വരാം, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. മച്ചാനെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ TVS എൻടോർക്ക് 150യുടെ വിശേഷങ്ങൾ പറഞ്ഞെന്ന മച്ചാനെ ഒരുപാട് താങ്ക് യു. അപ്പൊ മച്ചമാരെ, ഇന്നത്തെ വിശേഷം നമ്മുടെ എൻടോർക്ക് 150യുടെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചൂട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.